നമസ്കാരം, ടാലന്റ് അക്കാഡമിയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഒരു LDC ഷുവർ ക്വസ്റ്റ്യൻ ഗ്രൂപ്പ് ഉണ്ട്. അതാണ് നമ്മുടെ അഗ്രികൾച്ചറൽ റിസർച്ച് സെന്റേഴ്സ്, കേരളത്തിലെ കാർഷിക ഗവേഷണ സ്ഥാപനങ്ങൾ. ഇതുവരെ നിങ്ങൾ പഠിക്കാത്ത രീതിയിലൊന്ന് പഠിക്കാനായിട്ട് ശ്രമിച്ചു നോക്കാം. ഇത് എഫക്റ്റീവ് ആവോ ഇല്ലയോ നിങ്ങൾ നോക്കിക്കേ. നമുക്ക് എന്തായാലും ക്ലാസ്സിലേക്ക് പോവാം. കേരളത്തിലെ പ്രധാനപ്പെട്ട കാർഷിക ഗവേഷണ സ്ഥാപനങ്ങൾ എല്ലാം ലിസ്റ്റ് ചെയ്തിട്ടില്ല, എന്നാലും അത്യാവശ്യം നമുക്ക് വേണ്ട ആൾക്കാരെയൊക്കെ ഈ മാപ്പിൽ ഞാനൊന്ന് ലിസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പൊ ഇത് എവിടെയാണോ ഉള്ളത്, ഈ ഗവേഷണ സ്ഥാപനങ്ങളൊക്കെ എവിടെയാണോ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്, ആ സ്ഥലങ്ങളുടെയൊക്കെ പേര് അതാത് ജില്ലകളിൽ ഞാൻ ഡോട്ടും കൊടുത്തിട്ടുണ്ട്, കൂടെ പേര് എഴുതിയിട്ടുണ്ട്. പേര് പ്രോപ്പർ സ്പെല്ലിങ്ങിലല്ല എഴുതിയേക്കുന്നത്, കുറച്ച് വ്യത്യാസമൊക്കെ ഉണ്ടാവും. ഞാൻ ചുരുക്കി എഴുതാൻ വേണ്ടി ശ്രമിച്ചു എന്നേ ഉള്ളൂ. അപ്പൊ താഴെ തിരുവനന്തപുരം തൊട്ട് മേളിൽ കാസർഗോഡ് വരെ ഫില്ല് ചെയ്തിട്ടുണ്ട്. ചുമ്മാ ഒന്ന് ഓടിച്ചിട്ട് വായിച്ചു നോക്കിയ താഴെ നിന്ന് മേളിലേക്ക് ബാലരാമപുരം തൊട്ട് മേളിൽ ഞാൻ പീലിക്കോട് വരെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ ഓരോ സ്ഥലങ്ങളിലുള്ളത് എന്തിന്റെ ഗവേഷണ കേന്ദ്രമാണെന്ന് നമുക്ക് ഒന്ന് മാപ്പ് ചെയ്ത് പോവാം, നമുക്കൊന്ന് എഴുതി അങ്ങോട്ട് പോവാം. അപ്പൊ എന്റെ കൂടെ അങ്ങോട്ട് പറഞ്ഞു തുടങ്ങിക്കോളൂ കേട്ടോ. ആദ്യം നമുക്ക് തുടങ്ങാം തിരുവനന്തപുരം ജില്ല. തെക്കുന്ന് വടക്കോട്ട് പോയേക്കാം. ഇപ്പൊ ശ്രീകാര്യം കേൾക്കുമ്പോൾ നമുക്കറിയാം, ശ്രീ വിശാഖ് എന്നൊക്കെ പറയുന്ന എന്തിന്റെ വെറൈറ്റിയാണ്? അതെന്തിന്റെയാ? കപ്പയുടെ വെറൈറ്റി. അപ്പോ കിഴങ്ങ് വിള ഗവേഷണ കേന്ദ്രമാണ് അല്ലെ, നമ്മുടെ കിഴങ്ങ് വിള ഗവേഷണ കേന്ദ്രമാണ് ശ്രീകാര്യത്തുള്ളത്. അപ്പൊ ഇത് കിഴങ്ങ് വിള ഗവേഷണ കേന്ദ്രമാണ്, കിഴങ്ങ് ശ്രീകാര്യം എന്നോർത്ത് വെച്ചോളുക. ഇവിടെ കപ്പ മാത്രമല്ല, ചേനയുണ്ട്, ചേമ്പുണ്ട്, ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം, മധുരക്കിഴങ്ങ്, ഇതിന്റെയൊക്കെ വേറെ വെറൈറ്റീസ് ഒക്കെ ഉത്പാദിപ്പിക്കുന്ന ഇവിടെയാണ്. മിക്കവാറും എല്ലാത്തിന്റെയും ആ സങ്കര ഇനത്തിന്റെ പേര് തുടങ്ങുന്നതും ശ്രീയിലായിരിക്കും. 2, പാലോട്. തൊട്ട് താഴെയുണ്ട് പാലോടുള്ള സ്ഥാപനത്തിന്റെ പേര് TBGRI എന്നാണ്. TBGRI. ഇത് ശരിക്കും പഴയ ടിഷ്യൂ കൾച്ചർ റിസർച്ച് സെന്റർ എന്നറിയപ്പെട്ടിരുന്ന സ്ഥാപനമാണ്. ഇപ്പൊ അറിയപ്പെടുന്ന TBGRI എന്നാണ്, ഓർത്തിരിക്കുക. ഇതിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് എന്താ? ട്രോപ്പിക്കൽ ബൊട്ടാണിക്കൽ ഗാർഡൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നാണ്. ട്രോപ്പിക്കൽ ബൊട്ടാണിക്കൽ ഗാർഡൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. ഓർത്തിരിക്കേണ്ട കാര്യം, ആരുടെ പേരിലാണോ ഇത് അറിയപ്പെടുന്നത്, ഇത് ജവഹർലാൽ നെഹ്റുവിന്റെ പേരിലാണ് ഈ സ്ഥാപനം അറിയപ്പെടുന്നത്. നല്ല ചോദ്യം വരാം. അടുത്ത നമുക്ക് ബാലരാമപുരത്തേക്ക് പോവാം. ഇത് നമ്മുടെ തിരുവിതാംകൂറിന്റെ നെയ്ത്ത് പട്ടണം എന്നൊക്കെ പറഞ്ഞ് നമുക്ക് നേരത്തെ അറിയാവുന്ന കാര്യമാണ്. നമ്മുടെ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട് നോക്കിയാൽ ഇത് എന്തിന്റെ ഗവേഷണ കേന്ദ്രമാണ്? ഇത് നാളികേര ഗവേഷണ കേന്ദ്രമാണ്. ആരുടെ? കേരളത്തിന്റെ ആണോ അതോ കേന്ദ്രത്തിന്റെ ആണോ? ആരുടെയാ? ഇത് കേരളത്തിന്റെ നാളികേര ഗവേഷണ കേന്ദ്രമാണ്. അപ്പൊ ഞാനിവിടെ കേരളം തേങ്ങാന്ന് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ, അല്ലെ കേരളം നാളികേരം, അങ്ങനെ അങ്ങ് ഓർക്കുക. ബാലരാമപുരത്തെ കട്ടച്ചൽക്കുഴിയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. പിന്നെ ഇവിടെ കൊടുത്തിരിക്കുന്ന കരമനയാണ്. കരമനയില് ഹാർവെസ്റ്റിങ്ങും ക്രോപ്പിങ്ങുമായിട്ടൊക്കെ ബന്ധപ്പെട്ട്, ഇതിന്റെ വിളവെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് സ്ഥാപനം ഉണ്ടായിരുന്നു. അതിനെ കുറച്ചുകൂടെ നമ്മുടെ കേരള കാർഷിക സർവകലാശാലയൊക്കെ കൂടി ഇന്റഗ്രേറ്റ് ചെയ്തിട്ട് ഇപ്പോൾ ഈ സംഭവം കുറച്ചധികം ഗവേഷണങ്ങൾ ഇവിടെയുണ്ട്. ഈ കരമനയിലുള്ള സ്ഥാപനം അറിയപ്പെടുന്നത് ഇന്റഗ്രേറ്റഡ് ഫാമിംഗ് സിസ്റ്റം റിസർച്ച് എന്നാണ്. ഇന്റഗ്രേറ്റഡ് ഫാമിംഗ് റിസർച്ച് സെന്റർ അല്ലെങ്കിൽ ഇന്റഗ്രേറ്റഡ് ഫാമിംഗ് സിസ്റ്റംസ് റിസർച്ച് നമ്മൾ വിളിക്കാറുണ്ട്. എന്തായാലും നിങ്ങൾ ഇവിടെ ഓർത്ത് വെക്കേണ്ട വാക്ക് ഇന്റഗ്രേറ്റഡ് എന്നുള്ളതാണ്. ഫാമിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് വേറെയും സ്ഥാപനം നമ്മൾ ഇപ്പൊ തന്നെ കാണും. തിരുവനന്തപുരം ജില്ലയിലെ കരമനയിലുള്ളത് ഇന്റഗ്രേറ്റഡ് ഫാമിംഗ് റിസർച്ച് സെന്റർ ആണ്. ഇത് ഹാർവെസ്റ്റിങ്ങും ക്രോപ്പിംഗ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട സ്ഥാപനം തന്നെയാണ്. ഇത് കേന്ദ്രത്തിന്റെ ഫണ്ടിങ്ങും അപ്രിസിയേഷനും ഒക്കെ ലഭിച്ച ഒരു സ്ഥാപനമാണ്, ഓർത്തിരിക്കുക. ഇനി ഇന്റഗ്രേറ്റഡ് ഫാമിംഗ് എന്നുള്ള വാക്ക് ഇന്റഗ്രേറ്റഡ് വന്നാൽ അത് കരമനയാണെങ്കിൽ ശ്രദ്ധിച്ചോളുക, വെറും ഫാമിംഗ് സിസ്റ്റം റിസർച്ച് എന്നാണെങ്കിൽ അതിന്റെ ഉത്തരം കൊല്ലം ജില്ലയിലെ സദാനന്ദപുരമാണ്. ഇത് ഫാമിംഗ് സിസ്റ്റം റിസർച്ച് എന്നാണ് അറിയപ്പെടുക. ഫാമിംഗ് സിസ്റ്റം റിസർച്ച്, മാറിപ്പോവരുത്, ഇവിടെ ഇന്റഗ്രേറ്റഡ് ഇല്ല. ഇതിനേക്കാളും വലിയ സ്ഥാപനമാണ് കരമനയിലുള്ളത് എന്ന് ഓർത്തിരിക്കുക കേട്ടോ. അപ്പൊ ഇത് ഫാമിംഗ് സിസ്റ്റം റിസർച്ച്. തിരുവനന്തപുരം ജില്ലയിൽ വേറെയും ഇഷ്ടംപോലെ ഗവേഷണ സ്ഥാപനങ്ങളുണ്ട്, എല്ലാം ഞാൻ താഴെ പറഞ്ഞിട്ടില്ല. ഉദാഹരണം, ജവഹർലാൽ നെഹ്റുവിന്റെ പേരിൽ TBGRI പാലോട് ഉണ്ടെങ്കിൽ രാജീവ് ഗാന്ധിയുടെ പേരിൽ ബയോടെക്നോളജിക്ക് വേണ്ടി, ടിഷ്യൂ കൾച്ചറിന് വേണ്ടിയിട്ട് ഇവിടെ ജവഹർലാൽ നെഹ്റു ഒക്കെ ആണെങ്കിൽ ബയോടെക്നോളജിക്ക് വേണ്ടിയിട്ട് രാജീവ് ഗാന്ധിയുടെ പേരിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. അത് പൂജപ്പുരയിലൊക്കെയാണ്. അങ്ങനെ കുറെ സ്ഥാപനങ്ങളുണ്ട് ഇല്ലേ. പാറാട്ടുകോണത്ത് നമ്മുടെ മണ്ണ് ഗവേഷണ കേന്ദ്രം ഉണ്ട്, അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. എല്ലാം ഞാനിവിടെ എഴുതിയിട്ടില്ല. കൊല്ലം ജില്ലയിൽ ഓർമ്മ എന്തായാലും ആയി. നമുക്ക് ബാക്ക് ടു ടോപ്പിക്. സദാനന്ദപുരം ഫാമിംഗ് സിസ്റ്റം റിസർച്ച്. ഇനി നേരെ ആലപ്പുഴ ജില്ലയിലേക്ക് പോവാം. ആലപ്പുഴ ജില്ലയിലെ ഏറ്റവും മേളിൽ ഞാൻ ഇവിടെ എഴുതി വെച്ചേക്കുന്നത് മങ്കൊമ്പ് എന്നാണ്. മങ്കൊമ്പ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, എക്സാമിന് മിക്കപ്പോഴും ചോദിക്കാറുള്ളതാണ് നെല്ല് ഗവേഷണ കേന്ദ്രം. മങ്കൊമ്പിലുള്ളത് നെല്ല് ഗവേഷണ കേന്ദ്രമാണ്. ഇനി കായംകുളത്തേക്ക് പോവാണ്. 2 കായംകുളം ഞാൻ എഴുതിയിട്ടുണ്ട്. ഒരു കായംകുളവും താഴെയുള്ള കായംകുളം, ഇവിടെ ഉദ്ദേശിക്കുന്ന വാക്കെന്ന് പറഞ്ഞാൽ കൃഷ്ണപുരം അല്ലെങ്കിൽ പ്രോപ്പർ പ്ലേസ് കൃഷ്ണപുരമാണ്. കൃഷ്ണപുരം കൊട്ടാരമൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. അപ്പൊ മേളിലത്തെ കായംകുളം, ഈ കായംകുളത്തുള്ളത് ഇവിടെയും നെല്ല് ഗവേഷണ കേന്ദ്രം തന്നെയാണ്. അപ്പൊ നെല്ല് ഗവേഷണ കേന്ദ്രം
പ്രധാനപ്പെട്ടത് ഒന്ന് മങ്കൊമ്പ്, രണ്ട് കായംകുളത്ത് വേറെ നെല്ല് ഗവേഷണ കേന്ദ്രം ഉണ്ടെന്ന് പറഞ്ഞു. ഇപ്പൊ 2 നെല്ല് ഗവേഷണ കേന്ദ്രം ആലപ്പുഴ ജില്ലയിലുണ്ട്. ഇവിടെ ഈ രണ്ടാമത്തെ നെല്ല് ഗവേഷണ കേന്ദ്രം, അതായത് കായംകുളത്തുള്ളതിനെ നമ്മൾ വിളിക്കുന്നത് ഒരു റീജിയണൽ റിസർച്ച് സെന്റർ എന്നാണ്. നമ്മുടെ കാർഷിക സർവകലാശാലയുടെ കീഴിലും അല്ലെങ്കിൽ കൃഷി വകുപ്പിന്റെ കീഴിലുള്ള കുറെ റിസർച്ച് സെന്ററുകൾ പല സ്ഥലങ്ങളിലായിട്ടുണ്ട്. ഇതിന്റെയൊക്കെ കേന്ദ്രം എന്ന് പറയുന്നത് നമ്മുടെ മണ്ണുത്തിയിലാണെങ്കിൽ പോലും പല സ്ഥലങ്ങളിലായിട്ട് ഇതിന്റെ റീജിയണൽ സെന്ററുകൾ, പ്രാദേശിക സ്ഥാപനങ്ങളുണ്ട്. അപ്പൊ അതിലൊന്നാണ് ഈ കായംകുളത്തുള്ളത്. ഇത് അറിയപ്പെടുന്നത് ഓണാട്ടുകര റീജിയണൽ അഗ്രികൾച്ചർ റിസർച്ച് സ്റ്റേഷൻ എന്നൊക്കെയാണ് കേട്ടോ. ഓണാട്ടുകരയിലുള്ളത് എന്തിന്റെ ഗവേഷണമാണെന്ന് നമുക്ക് ചോദിച്ചു കഴിഞ്ഞാൽ നെല്ല് നമുക്ക് പറയാൻ പറ്റും. നെല്ല് മാത്രമല്ല, വേറെ ഉണ്ട്, പ്രധാനമായിട്ടും നെല്ലാണ്. അപ്പൊ കായംകുളത്ത് ഒന്ന് നമുക്ക് കിട്ടി. കായംകുളത്ത് രണ്ടാമത്തെ കൃഷ്ണപുരം, ഇവിടെ നമുക്ക് ഒരാളെ പഠിക്കാനുണ്ട്. കൃഷ്ണപുരത്തുള്ളത് കേന്ദ്രത്തിന്റെ ഒരു ഗവേഷണ സ്ഥാപനമാണ്. നമ്മൾ കേരളത്തിന്റെ ഒരു നാളികേര ഗവേഷണ, അതെവിടെ കണ്ടേ? ബാലരാമപുരത്ത. അപ്പൊ ഇവിടെ കേന്ദ്രത്തിന്റെ നാളികേര ഗവേഷണ കേന്ദ്രമാണ് കേട്ടോ. കേന്ദ്രം നാളികേരം എവിടെയാണെന്ന് നമുക്ക് പറയാം. കേന്ദ്രത്തിന്റെ നാളികേര ഗവേഷണ കേന്ദ്രം കായംകുളത്ത് കൃഷ്ണപുരത്താണ്. കൃഷ്ണപുരം. ഇവിടെ നാളികേരം മാത്രമല്ല, നാളികേരമൊക്കെ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നെന്ന് പറഞ്ഞാൽ അതിനെ തോട്ടവിള നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ പ്ലാന്റേഷൻ ക്രോപ്സ്, CPCRI നമുക്ക് പഠിക്കാനുണ്ട്. ഇതുപോലെ കേന്ദ്ര സർക്കാരിന്റെ ഇതൊരു തോട്ടവിള ഗവേഷണ കേന്ദ്രം കൂടിയാണ്. ഈ തോട്ടവിള ഗവേഷണ കേന്ദ്രത്തിൽ പ്രാധാന്യം കൂടുതൽ കൊടുക്കുന്നത് നാളികേരത്തിനാണ് എന്ന രീതിയിൽ പഠിച്ചു വെച്ചാൽ മതി. വേറെ നമ്മൾ ഈ ഗണത്തിൽ ഒരാളെ പഠിക്കും, പിന്നീട് പറഞ്ഞുതരാം. അപ്പോൾ ആലപ്പുഴ ജില്ല നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി നേരെ ആലപ്പുഴ ജില്ലയുടെ തൊട്ട് റൈറ്റ് സൈഡിലുള്ള ഇവിടെ തിരുവല്ല ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. TVL തിരുവല്ല. തിരുവല്ലയില് ട്രാവൻകൂർ ഷുഗർ മിൽസ് എന്നൊക്കെ പറഞ്ഞൊരു ഫാക്ടറി ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിപ്പോ മദ്യമൊക്കെ ഉൽപ്പാദിപ്പിക്കാനൊക്കെ ആയിട്ട് നിങ്ങൾ ജവാൻ എന്ന് പറഞ്ഞ ഇത് കേട്ടിട്ടുണ്ടാവും. കുറെ സ്പിരിറ്റുമായിട്ട് ബന്ധപ്പെട്ട ആനുകാലിക സംഭവങ്ങൾ, സ്പിരിറ്റ് കടത്തുന്നതും പകരം വെള്ളം ചേർക്കുന്ന വാർത്തകളൊക്കെ നിങ്ങൾ കേട്ടതാ. അപ്പൊ ഇതിന്റെ ബേസിക് ട്രാവൻകൂർ ഷുഗർ മിൽസ് എന്ന് പറഞ്ഞ ഫാക്ടറിയാണ് പിന്നെ അങ്ങനെയായി മാറിയത്. അപ്പൊ ഈ ട്രാവൻകൂർ ഷുഗർ മിൽസ് ഒക്കെ ഇതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കരിമ്പും അതുമായിട്ട് ബന്ധപ്പെട്ട കുറെ കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ കരിമ്പ് ഗവേഷണ കേന്ദ്രം തിരുവല്ലയിലുണ്ടെന്ന് ഓർക്കുക. അപ്പൊ കരിമ്പിന്റെ ഗവേഷണ കേന്ദ്രം തിരുവല്ലയില് നെടുമ്പുറം എന്ന് പറയുന്ന സ്ഥലത്തുണ്ട്. അതൊന്ന് മനസ്സിൽ വെച്ച് നോക്കുക. പത്തനംതിട്ട, നെടുമ്പുറം, കരിമ്പ് പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കോട്ടയം ജില്ല, ഇന്ന് ഇടയ്ക്കിടക്കുന്ന ഒരാളുണ്ടല്ലോ, കോട്ടയം ജില്ല ഒന്ന് പറഞ്ഞിട്ട് ബാക്കി റൈറ്റ് സൈഡിലുള്ള ആളിലേക്ക് പോവാം. കോട്ടയം ജില്ലയിലെ ഒറ്റയാള്, കോട്ടയം എന്ന് പറഞ്ഞാൽ മാത്രമേ കാണിച്ചിട്ടുള്ളൂ. കോട്ടയം എന്ന് പറഞ്ഞാൽ എന്തിനു ഫേമസ് ആണ്? റബ്ബറാണ്. കേന്ദ്രത്തിന്റെ തന്നെ റബ്ബർ ഗവേഷണ കേന്ദ്രം ഉള്ളത് കോട്ടയത്താണ്. വേറെ ഒന്നും ഓർക്കണ്ട, കോട്ടയം റബ്ബറാണ്. മനോരമ, MRF അങ്ങനെയൊക്കെ ചിന്തിച്ചു പോയാൽ മതി. റബ്ബറുമായിട്ട് വളരെ ബന്ധപ്പെട്ടതാണ്. ഇനി 2 പാറകൾ. ഒന്ന് ഇടുക്കി ജില്ലയാണ്. ജില്ലയൊക്കെ മനസ്സിലായല്ലോ അല്ലെ. ഒന്ന് പാമ്പാടും പാറ, മറ്റൊന്ന് മയിലാടും പാറ. ഇത് രണ്ടും ഏലത്തിന്റെ ഗവേഷണ കേന്ദ്രമാണെന്ന് നമുക്കറിയാം. കുറച്ചെങ്കിലും PSC പഠിക്കുന്ന പിള്ളേർക്ക് അറിയാൻ പറ്റും. പിന്നെ മാറിപ്പോവാൻ ചാൻസ് ഉള്ളത് ഇത് ആരുടെയാണ്, കേരളത്തിന്റെ ഏതാ, കേന്ദ്രത്തിന്റെ ഏതാന്നൊക്കെയാ. ഇതിന്റെ അത് പാമ്പാടും പാറ ഇത്ര ഓർത്താൽ മതി. കേരളത്തിന്റെ ഒരു പൊതു സ്വഭാവമാണല്ലോ, മദ്യപാനം അല്പം കൂടുതലാണുള്ളത്. അപ്പൊ നമ്മൾ വെള്ളം അടിക്കുക, പാമ്പാവുക, പാമ്പായി വല്ല പാറയിലും പോയി കിടക്കാന്നോ. അപ്പൊ കേരളത്തിന്റെ പൊതു സ്വഭാവമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ആ വാക്കിലൊക്കെ തുടങ്ങുന്ന കാരണം ഇത് കേരളത്തിന്റെയാന്ന് ഓർക്കുക. കേരളം ഏലം ഗവേഷണ കേന്ദ്രം. ഇനി മറ്റേത് നമുക്ക് ഓർക്കാൻ വഴിയുണ്ട്, മയിലാടും പാറ എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഇന്ത്യയുടെ ഔദ്യോഗിക പക്ഷി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മയിലിനെ പറയത്തില്ലേ. അപ്പോൾ കേന്ദ്രത്തിന്റെ ഏലം ഗവേഷണ കേന്ദ്രമാണ് മയിലാടും പാറയിൽ വരത്തുള്ളൂ. കേരളത്തിന്റെ നമ്മുടെ പൊതുസ്വഭാവമായിട്ട് ബന്ധപ്പെട്ട് പാമ്പാടും പാറ എന്ന് ഓർത്താൽ മതി. മിക്കപ്പോഴും ഓപ്ഷനിൽ പാമ്പാടും ചോല തരാറുണ്ട്, അത് എഴുതരുത്. അതൊരു നാഷണൽ പാർക്കാണ്. അല്ലാതെ പാമ്പാടും ചോലയിൽ ഇതുപോലെ ഗവേഷണ കേന്ദ്രം അല്ലാതെ വേറെ സംഭവങ്ങളൊന്നും പറ്റത്തില്ല. നമ്മൾ പ്രൊട്ടക്ട് ചെയ്തേക്കുന്ന ഒരു ഫോറസ്റ്റ് ഏരിയ ആണ്. ഇനി നമുക്ക് നേരെ അപ്പോ ഇടുക്കി വരെ ആയില്ലേ, നേരെ എറണാകുളത്തേക്ക് പോവാം. എറണാകുളത്ത് ആദ്യം എഴുതിയിരിക്കുന്നത് ഈ മെയിലിൽ കാണുന്നത് വാഴക്കുളമാണ്. ഒന്നാമത്തെ വാഴക്കുളം ഞാൻ ചെറുതായിട്ടൊന്ന് എഴുതാം. ഈ വാഴക്കുളത്തുള്ളത് പൈനാപ്പിൾ ആണ്. മൂവാറ്റുപുഴ അടുത്തുള്ള സ്ഥലമാണ്. അപ്പൊ വാഴക്കുളത്തെ പ്രധാനപ്പെട്ട കൃഷി എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ വാഴക്കുളം എന്തിനു ഫേമസ് ആണെന്ന് ചോദിച്ചാൽ പൈനാപ്പിളിനാണ്. പൈനാപ്പിൾ റിസർച്ച് സ്റ്റേഷൻ എവിടെയാണെന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം വാഴക്കുളമാണ്. ഒന്നുകൂടെ പറയാം, പൈനാപ്പിൾ റിസർച്ച് സ്റ്റേഷൻ. ഇത് മലയാളത്തിൽ ചോദിക്കുമ്പോൾ വിഷയമൊന്നുമില്ല, പക്ഷെ ഇംഗ്ലീഷിലാകുമ്പോൾ ഒരു വാക്കിന്റെ വ്യത്യാസം വേറൊരു സ്ഥാപനം പഠിക്കുമ്പോൾ വരും. സോ പൈനാപ്പിളിന്റെ ഗവേഷണ കേന്ദ്രമാണ് വാഴക്കുളത്തുള്ളത്, ഓർത്തിരിക്കുക. മറ്റൊന്ന് വൈറ്റില. നമ്മൾ ആദ്യം താഴെ ഇവിടെ കായംകുളത്ത് നെല്ല് ഗവേഷണ കേന്ദ്രം അല്ലെങ്കിൽ ഓണാട്ടുകര റീജിയണൽ അഗ്രികൾച്ചർ റിസർച്ച് സെന്റർ എന്ന് പറഞ്ഞു. ഇതുപോലെ വേറൊരു റീജിയണൽ അഗ്രികൾച്ചർ റിസർച്ച് സെന്റർ ആണ് വൈറ്റിലയിലുള്ളത്. അതും നെല്ല് ഗവേഷണവുമായിട്ട് വളരെയധികം ബന്ധപ്പെട്ട് നിൽക്കുന്നു. അപ്പൊ നെല്ലിന്റെ ഓർണം കൂടിയായി വൈറ്റിലയില് നെല്ല്, മങ്കൊമ്പില് നെല്ല്, കായംകുളത്ത് നെല്ല്.
ഇനി നമുക്ക് എറണാകുളം ജില്ലയിൽ തന്നെ പനങ്ങാട് ഉണ്ട്. പനങ്ങാട് അത്യാവശ്യം ആൾക്കാർക്ക് ഒരു പക്ഷേ അറിയായിരിക്കും. ഇത് കേരളത്തിന്റെ ഫിഷറീസുമായിട്ട് ബന്ധപ്പെട്ട ഒരു സ്ഥാപനമുള്ള സ്ഥലമാണ്. കുഫോസ് എന്നാണ് സ്ഥാപനത്തിന്റെ പേര്. കേരളത്തിന്റെ ഫിഷറീസ് യൂണിവേഴ്സിറ്റി ആണ് കുഫോസ്. കുഫോസിന്റെ ആസ്ഥാനം പനങ്ങാടാണ്, ഓർത്തിരിക്കുക. ഇതുപോലെ കേന്ദ്രത്തിന്റെ തന്നെ മറൈൻ ഫിഷറീസ് റിസർച്ചും ഇങ്ങനെ കുറെ സ്ഥാപനങ്ങൾ കൊച്ചിയിലുണ്ട്. ഫിഷറീസുമായിട്ട് ബന്ധപ്പെട്ട അല്ലെ മറൈൻ ലൈഫുമായിട്ട് ബന്ധപ്പെട്ട ഇഷ്ടംപോലെ സ്ഥാപനങ്ങളുണ്ട്. എല്ലാം കൂടെ നമ്മൾ ഇതിൻ്റെ അകത്ത് പെടുത്തിയിട്ടില്ല. തൽക്കാലം കേരളത്തിന്റെ ഫിഷറീസുമായിട്ട് ബന്ധപ്പെട്ട യൂണിവേഴ്സിറ്റിയുടെ ആസ്ഥാനമൊക്കെ ഉള്ളത് പനങ്ങാടാണ്. കുഫോസ് അവിടെയാന്ന് ഓർക്കുക. ഓടക്കാലി ഇഷ്ടംപോലെ ചോദിച്ചിട്ടുള്ളതാണ്. ഓടക്കാലി ഇത് ഒന്നെങ്കിൽ പുൽത്തൈല ഗവേഷണ കേന്ദ്രം എവിടെയാണെന്ന് ചോദിക്കാം, അല്ലെങ്കിൽ മൊത്തത്തിൽ ഈ ആരോമാറ്റിക് മെഡിസിനൽ പ്ലാന്റ്സിനെ അല്ലെങ്കിൽ ആരോമാറ്റിക് മെഡിസിനൊക്കെ നമ്മൾ മൊത്തത്തിൽ വിളിക്കുന്നത് സുഗന്ധ തൈലങ്ങൾ എന്ന് വിളിക്കാറുണ്ട്. അപ്പൊ സുഗന്ധ തൈല ഗവേഷണ കേന്ദ്രം ഓടക്കാലിയിലാണ്. ഓടക്കാലി പെരുമ്പാവൂര് കോതമംഗലം അടുത്തുള്ള ഒരു സ്ഥലമാണ്. ഇപ്പൊ എറണാകുളം ജില്ല വരെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. വീണ്ടും മുകളിലോട്ട് ഇതേ ഫ്ലോയിൽ നമ്മൾ പോവാം. തൃശ്ശൂർ ജില്ല നമുക്ക് നോക്കാം. തൃശ്ശൂരിൽ ആദ്യം വെള്ളാനിക്കര. വെള്ളാനിക്കര പൈനാപ്പിൾ ഗവേഷണ കേന്ദ്രമാണ്, അല്ലെങ്കിൽ പൈനാപ്പിൾ റിസർച്ച് സെന്റർ ആണ്. ഞാൻ ആദ്യം പറഞ്ഞു പൈനാപ്പിൾ റിസർച്ച് സ്റ്റേഷൻ എന്നറിയപ്പെടുന്നത് വാഴക്കുളമാണ്. പൈനാപ്പിൾ റിസർച്ച് സെന്റർ എന്നറിയപ്പെടുന്നത് വെള്ളാനിക്കരയാണ്. മണ്ണൂത്തിക്ക് അടുത്തുള്ള തൃശ്ശൂർ ജില്ലയിലെ വെള്ളാനിക്കര. മലയാളത്തിൽ ക്വസ്റ്റ്യൻ പേപ്പർ വരുവാണ്, വലിയ വ്യത്യാസം വരാനില്ല. പ്രോപ്പർ മലയാളത്തിൽ ചോദിച്ചാൽ പൈനാപ്പിൾ ഗവേഷണ കേന്ദ്രം ഏതാണെന്ന് ചോദിക്കത്തുള്ളൂ. അപ്പൊ രണ്ടെണ്ണം ഉത്തരവുണ്ട്. ഒന്നെങ്കിൽ എറണാകുളം ജില്ലയിലെ വാഴക്കുളം, അല്ലെങ്കിൽ തൃശ്ശൂർ ജില്ലയിലെ ഏതാ വെള്ളാനിക്കര പറയാം. മറ്റൊന്ന് കണ്ണാറ, അടുത്ത തൃശ്ശൂരിലെ. കണ്ണാറ ചക്ക എന്ന് പറഞ്ഞാൽ പൈനാപ്പിൾ ആണ്. കണ്ണാറ ചക്ക എന്ന് വിശേഷിപ്പിക്കുന്ന പൈനാപ്പിളിനെയാണ്. പക്ഷേ കണ്ണാറയിലുള്ള ഗവേഷണ കേന്ദ്രം ചോദിച്ചാൽ അത് ഏത്തവാഴയാണ്. ഏത്തവാഴ ഗവേഷണ കേന്ദ്രം കണ്ണാറയിലുണ്ട്. അടുത്ത അറിയാവുന്ന, നിങ്ങൾക്ക് ഏറെക്കുറെ അറിയാവുന്നതായിരിക്കും, പീച്ചിയിലേക്ക് പോവാം. പീച്ചി ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ലേ. അപ്പൊ വന ഗവേഷണ കേന്ദ്രമാണ് പീച്ചിയിലുള്ളത്. ഇത് വന ഗവേഷണം. ഇനി അടുത്ത താഴെയുള്ളത് ഏതാ? മാടക്കത്തറ എന്ന് പറയും. മാടക്കത്തറയിൽ എന്താ ഉള്ളത്? മാടക്കത്തറയിൽ കശുവണ്ടിയാണുള്ളത്. അപ്പൊ കശുവണ്ടി ഗവേഷണ കേന്ദ്രം രണ്ടെണ്ണം ഉണ്ട്. അതിലൊന്ന് മാടക്കത്തറയിലാണ്, ഓർത്തിരിക്കുക. തൃശ്ശൂർ ജില്ല വെള്ളാനിക്കര ഏതാ? പൈനാപ്പിൾ ഉണ്ട്. കണ്ണാറയിൽ ഏത്തവാഴയുണ്ട്. പീച്ചിയിൽ ഫോറസ്റ്റ് ഉണ്ട്. മാടക്കത്തറയിലുണ്ട് കശുവണ്ടി. ഇത്ര ഓർക്കുക. ഇനി അടുത്തതിന്റെ റൈറ്റ് സൈഡിലുള്ള അല്ലെങ്കിൽ കിഴക്ക് ഭാഗത്തുള്ള ജില്ല പാലക്കാട്. പട്ടാമ്പിയില് ഇതും ഒരു റീജിയണൽ അഗ്രികൾച്ചർ റിസർച്ച് സെന്റർ ആണ്. ഇവിടെ അപ്പൊ എന്ത് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്? നെല്ല് ഗവേഷണ കേന്ദ്രം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പൊ പട്ടാമ്പിയിൽ ഒരു നെല്ലുണ്ട്, പിന്നെ വൈറ്റിലയിൽ ഒരു നെല്ലുണ്ട്, അതിന്റെ താഴെ മങ്കൊമ്പിൽ ഒരു നെല്ലുണ്ട്, അതിന്റെ താഴെ കായംകുളത്ത് ഓണാട്ടുകരയിലും നെല്ല് ഗവേഷണമുണ്ട്. 4 എണ്ണം പഠിച്ചിട്ടുണ്ട്, ഓർത്തോണം. വളരെ 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 ഇമ്പോർട്ടന്റ്. അടുത്ത മെയിനോൻപാറയാണ്. മെയിനോൻപാറ പാലക്കാട്. നമ്മൾ തിരുവല്ലയിൽ എന്താണോ പഠിച്ചത് ആ ഗവേഷണ കേന്ദ്രമാണ് മെയിനോൻപാറയിലുള്ളത്. അതെന്താ? കരിമ്പ്. ഇപ്പൊ 2 കരിമ്പ് ഗവേഷണ കേന്ദ്രങ്ങൾ ഇതുള്ള ജില്ലകൾ ചോദിച്ചാൽ പാലക്കാടും പത്തനംതിട്ടയുമാണ്. ശരിയല്ലേ? ഓക്കെ, വീണ്ടും മുകളിലോട്ട് നമുക്ക് പോവാം. പിന്നെ മലപ്പുറം ജില്ലയിൽ അടുത്ത വരിക. മലപ്പുറം ജില്ലയിൽ ഒരാളെ നമുക്ക് പഠിക്കാനുള്ളൂ. ഈ മലപ്പുറം ജില്ലയിലുള്ള ആനക്കയത്തുള്ള ആള്. ആനക്കയത്തുള്ളത് ആദ്യം മടക്കത്തറയിൽ നമ്മൾ എന്താണോ പറഞ്ഞത് അത് തന്നെയാണ്. അപ്പൊ കശുവണ്ടി ഗവേഷണ കേന്ദ്രം കാഷ്യൂമായിട്ട് ബന്ധപ്പെട്ടാണ് ആനക്കയത്തുള്ളത്. ഓക്കെ, ആനക്കയം കശുവണ്ടി, മടക്കത്തറ തൃശ്ശൂരും കശുവണ്ടിയാണ്, ഓർത്തിരിക്കുക. മേളിലോട്ട് നമുക്ക് പോവാം. കോഴിക്കോട് ജില്ല. കോഴിക്കോട് ജില്ലയിൽ കോഴിക്കോട് എന്ന് പറയുന്ന സ്ഥലം തന്നെ. സുഗന്ധ ഭവൻ എവിടെയാന്ന് ചോദിച്ചാൽ കൊച്ചിയിലാണ്, പാലാരിവട്ടത്ത്. അതായത് സ്പൈസസ് ബോർഡിന്റെ ആസ്ഥാനം, കേരളത്തിലെ സ്പൈസസ് ബോർഡിന്റെ ആസ്ഥാനം പാലാരിവട്ടത്ത് കൊച്ചിയിലാണ് എന്ന് നമുക്കറിയാം. പക്ഷെ ഈ സുഗന്ധ ദ്രവ്യങ്ങളുടെ അല്ലെങ്കിൽ സ്പൈസസിന്റെ റിസർച്ച് ഉള്ളത്, അത് കേന്ദ്രത്തിന്റെ ഗവേഷണ സ്ഥാപനം ഉള്ളത് കോഴിക്കോടാണ്. അപ്പൊ സുഗന്ധദ്രവ്യങ്ങൾക്കായിട്ട് കേന്ദ്രത്തിന്റെ ഗവേഷണ കേന്ദ്രം ഉള്ളത് കോഴിക്കോടാണ്. അപ്പൊ സ്പൈസസിന്റെ റിസർച്ച് ഉള്ളത് സ്പൈസസ് റിസർച്ച് സ്റ്റേഷൻ ഇന്ത്യയുടെ ആണ് കേട്ടോ. കേന്ദ്ര സ്പൈസസ് റിസർച്ച് സ്റ്റേഷൻ ഉള്ളത്, സുഗന്ധദ്രവ്യങ്ങളുടെ ഗവേഷണ കേന്ദ്രം കേന്ദ്രത്തിന്റെ വകയുള്ളത് കോഴിക്കോടാണ് എന്ന് ഓർത്തിരിക്കുക. അതേസമയം സ്പൈസസ് ബോർഡ് ഉള്ളതാണ് അത് എറണാകുളത്താണ്. ഓക്കെ, ഇനി വയനാട്ടിലേക്ക് നമുക്ക് പോവാം. 2 പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ, ഒന്ന് അമ്പലവയല്, മറ്റൊന്ന് ചുണ്ടേൽ. ചുണ്ടേൽ എന്ന് പറഞ്ഞാൽ ഇത്ര ഓർക്കുക, നിങ്ങളുടെ ചുണ്ടയില് കാപ്പി ഉണ്ട്. ഓക്കെ, നിങ്ങളുടെ ചുണ്ടയില് കാപ്പി ഉണ്ട്. കാപ്പി കുടിച്ചുകൊണ്ട് നിങ്ങൾ വയലിലൂടെ നടക്കുകയാണ്. കാപ്പി കുടിച്ചുകൊണ്ട് വയലിലൂടെ നടന്നപ്പം അവിടെ നിങ്ങൾ ഇഞ്ചി കണ്ടു. ഇഞ്ചി ഗവേഷണ കേന്ദ്രം അമ്പലവയലിലും കാപ്പി ആണെങ്കിൽ ചുണ്ടയിലുമാണ്. ഓക്കെ, അപ്പൊ ചുണ്ടയിൽ കാപ്പി ആയിട്ട് വയലിലേക്ക് നടന്നപ്പോൾ ഇഞ്ചി കണ്ടു, അങ്ങനെ ഓർത്താൽ മതി. ചോദിക്കാറുള്ളതാണ് വയനാട്ടിലെ കേസ്.
കണ്ണൂർ ജില്ലയിലേക്ക് വരാം. കണ്ണൂർ ജില്ലയിലെ പന്നിയൂർ, ഇഷ്ടം പോലെ പന്നിയൂർ 1, 2, 3, 4 അങ്ങനെ വെറൈറ്റീസ് നിങ്ങൾ കേട്ടിട്ടുണ്ട്. ഇതെല്ലാം എന്തിന്റെയാ? ഇത് കുരുമുളകിന്റെയാണ്. പെപ്പർ, കുരുമുളക് ഗവേഷണ കേന്ദ്രം അത് സ്ഥിതി ചെയ്യുന്നത് പന്നിയൂരാണ്. കണ്ണൂരിലെ പന്നിയൂര് ഓർത്തിരിക്കുക. കാസർഗോഡ് ജില്ലയിലേക്ക് പോകുന്നു. കാസർഗോഡ് ജില്ലയിൽ 2 സ്ഥാപനങ്ങൾ, അല്ലെങ്കിൽ 2 സ്ഥലങ്ങൾ. ഒന്ന് കാസർഗോഡ് തന്നെ. ഈ കാസർഗോഡ് കേന്ദ്ര എന്ത് ഗവേഷണ കേന്ദ്രം നമ്മൾ പഠിച്ചേക്കുന്നത്? കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം, സെൻട്രൽ പ്ലാന്റേഷൻ ക്രോപ്സ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് തോട്ടവിള ഗവേഷണ കേന്ദ്രമാണ്. ഈ തോട്ടവിള ഗവേഷണ കേന്ദ്രത്തിലാണ് തേങ്ങ, അടയ്ക്ക ഇങ്ങനെയുള്ള സാധനങ്ങളുടെയൊക്കെ ഗവേഷണം ഉള്ളത്. ഇതുപോലെ തന്നെ വേറെ ഒരെണ്ണം നമ്മൾ പഠിച്ചു. എവിടെയാ? കൃഷ്ണപുരത്തും തോട്ടവിള ഗവേഷണ കേന്ദ്രമുണ്ട്. അത് ഓർത്തിരിക്കുക. അതുപോലെ പക്ഷേ ഏതാണ് കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം ചോദിച്ചാൽ നമ്മൾ പ്രാധാന്യം കൊടുത്തും ഓപ്ഷനിലും സാധാരണ തരാറുള്ളത് കാസർഗോഡാണ്. കാസർഗോഡ് ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് പിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ അത് കൃഷ്ണപുരത്തുള്ളതാണെന്ന് ഓർത്തിരിക്കുക. അപ്പൊ കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം എവിടെയാണ്? കിഴങ്ങ് വിള ഗവേഷണ കേന്ദ്രമാണെങ്കിൽ അത് നമുക്ക് ശ്രീകാര്യത്ത് പറയാൻ പറ്റും. കേന്ദ്രമൊക്കെ കിഴങ്ങ് വിള ഗവേഷണ കേന്ദ്രം ശ്രീകാര്യം. ഒറ്റ ആളോട് പറഞ്ഞാൽ നമുക്ക് ഇത്രയാളെന്ന് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. നോക്കിക്കോ, പീലിക്കോട്, കാസർഗോഡ് ജില്ലയിലെ പീലിക്കോട്. ഇത് പ്രത്യേകിച്ചൊന്നുമില്ല, നമ്മൾ റീജിയണൽ അഗ്രികൾച്ചർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് പഠിക്കണ്ടായി. അപ്പോൾ ഓരോ സ്ഥലത്തും പ്രാദേശികമായ കാർഷിക ഗവേഷണ കേന്ദ്രങ്ങളുണ്ട്. ഇതിനകത്ത് ഏറ്റവും വടക്ക് ഭാഗത്തുള്ള കാർഷിക ഗവേഷണ കേന്ദ്രമാണ്. ഏറ്റവും വടക്ക് ഭാഗത്തുള്ള കാർഷിക ഗവേഷണ കേന്ദ്രം കേരളത്തിലെ പീലിക്കോടാണ് സ്ഥിതി ചെയ്യുക. ഇതൊരു റീജിയണൽ അഗ്രികൾച്ചർ റിസർച്ച് സെന്റർ ആണ്. പ്രാദേശിക കാർഷിക ഗവേഷണ കേന്ദ്രമാണ്, ഓർത്തിരിക്കുക. അപ്പൊ ഇവിടെ ഓരോ ജില്ലയിലും നമ്മൾ പഠിച്ചിട്ടുള്ള ആൾക്കാരെ കൊണ്ട് ഒന്ന് പ്ലേസ് ചെയ്യാൻ ശ്രമിച്ചു. അപ്പൊ ഇനി നിങ്ങൾക്ക് ഓരോ സ്ഥലത്തിന്റെ പേര് കേൾക്കുമ്പോഴും, ഇപ്പൊ സപ്പോസ് വെള്ളാനിക്കര, അപ്പോൾ നമുക്ക് തൃശ്ശൂർ മനസ്സ് പോകണം. പീലിക്കോട്, അയ്യോ അത് ഏറ്റവും വടക്കാണല്ലോ. പിന്നെ ഏതാണ്? മയിലാടുംപാറ, അത് റൈറ്റ് സൈഡിലാണല്ലോ. മേനോൻപാറ, അത് പാലക്കാടാണല്ലോ. ഇങ്ങനെ ആദ്യം ഓരോ സ്ഥലങ്ങൾ നിങ്ങളുടെ മനസ്സിൽ മിന്നണം. പിന്നെ ഓരോ സ്ഥലങ്ങളുടെ പേര് കേൾക്കുമ്പോൾ അത് കരിമ്പാണ്, അത് കശുവണ്ടിയാണ്, അവിടാണ്, ഇവിടാണ്. ഒരൊറ്റ ഫിഗറിലേക്ക് നിങ്ങൾ പഠിച്ചേക്കുന്ന എല്ലാം ഇന്റഗ്രേറ്റ് ചെയ്ത് വെച്ചോളുക. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ആലോചിച്ച് നോക്കിയോളൂ, ക്ലിക്ക് ആവും. ഇപ്പൊ ഇത് ഞാൻ എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങൾ ഒരു പ്ലെയിൻ മാപ്പിൽ കുറച്ച് ഡോട്ടുകൾ മാത്രം ഇട്ടിട്ട്, അല്ലെങ്കിൽ ഈ സ്ഥലങ്ങളുടെ പേര് മാത്രമൊക്കെ ഇവിടെ ഇങ്ങനെ ഒന്ന് എഴുതി വെച്ചിട്ട് പറയാൻ പറ്റുന്നുണ്ടോ? സപ്പോസ് ഈ ഇടുക്കി ജില്ലയിൽ ഞാൻ ലേസർ പോയിന്റർ വെച്ചിട്ട് വെറുതെ ഒന്ന് കാണിക്കുകയാണെങ്കിൽ പറയാൻ പറ്റുന്നുണ്ടോ എന്നൊക്കെ നിങ്ങൾ നോക്കുക. ഇത് ഇവിടെയാണെങ്കിൽ 2 സ്ഥലങ്ങളാണ് നമ്മൾ ഈ ജില്ലയിൽ പഠിച്ചത്. ഒരു പട്ടാമ്പി പഠിച്ചായിരുന്നു, മേനോൻപാറ പഠിച്ചായിരുന്നു. കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. ഇവിടെ നമ്മൾ തൃശ്ശൂർ ജില്ലയിലാണെങ്കിൽ മടക്കത്തറ പറഞ്ഞായിരുന്നു, വെള്ളാനിക്കര പറഞ്ഞായിരുന്നു, പീച്ചി പറഞ്ഞായിരുന്നു. കിട്ടുന്നുണ്ടോ? കണ്ണാറ പറഞ്ഞായിരുന്നു. കിട്ടുന്നുണ്ടോ നോക്കുക. അപ്പൊ ഓരോന്നും നിങ്ങൾ പ്ലെയിൻ ആയിട്ടുള്ള മാപ്പിലൊക്കെ പിന്നെ കിട്ടുന്നുണ്ടോ നോക്കിക്കോളുക. ഇത് സ്ക്രീൻഷോട്ട് ഒക്കെ എടുത്ത് വെച്ചിട്ടൊന്ന് പഠിക്കാനും ശ്രമിച്ചോളുക. വേറെ ഉണ്ട് സ്ഥാപനങ്ങൾ, ഇത് മാത്രമല്ല. ഷുവർ ക്വസ്റ്റ്യൻ ഗ്രൂപ്പാണ്. യോഗം ഉണ്ടെങ്കിൽ ഒരു മാർക്ക് കിട്ടുന്നതാണ്. നല്ലപോലെ പഠിച്ചോളുക. ബൈ.